അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, BM മുഹ്സിൻ, മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പ്രഥമ ഭാഗമായ രക്ഷിതാവ് നല്ല രക്ഷിതാവാണ് എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത്തെ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നാം പറഞ്ഞു വച്ചിരുന്നത്, ഒരു രക്ഷിതാവിന് എപ്പോഴാണോ രണ്ട് പ്രസ്താവനകൾ തീർത്തും പറയാൻ സാധിക്കുന്നത്, അപ്പോഴാണ് ആ രക്ഷിതാവ് നല്ല രക്ഷിതാവാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതിന് ഒന്നാമത്തെ പ്രസ്താവന ഇതിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് നാം ചർച്ച ചെയ്തതാണ്. എൻ്റെ മക്കൾ ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല, ഞാനും അത് ചെയ്യാറില്ല എന്ന് തീർത്ത് പറയാൻ പറ്റാത്ത കാലത്തോളം ഒരു രക്ഷിതാവ് നല്ല രക്ഷിതാവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വിശദമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത്. അതെന്താണ്? ഇതിൻ്റെ രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, എൻ്റെ മക്കൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാറുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ മക്കൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. രണ്ടാമത്തേത്, എൻ്റെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാറുണ്ട് എന്നും നമ്മുടെ മക്കളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമുക്കങ്ങനെ പറയാൻ സാധിക്കണം. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു നല്ല രക്ഷിതാവാണ് ഞാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ വിലയിരുത്താൻ സാധിക്കുക. കാരണം ഞാൻ എപ്പോഴും രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോഴും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല അവരനുസരിക്കുക, അല്ലെങ്കിൽ അതല്ല അവർ ചെയ്യുക. പലപ്പോഴും രക്ഷിതാക്കൾ വിചാരിച്ചത്, ഒരുപാട് കാര്യങ്ങൾ മക്കളോട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെയാക്കൂ, ഇങ്ങനെയാക്കൂ എന്ന് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അത് വഴി വരുമെന്നും, അതുപോലെ തന്നെ അതാണ് യഥാർത്ഥത്തിലുള്ള പാരൻറ്റിങ്, മക്കളെ വളർത്തൽ എന്നാണ് പല രക്ഷിതാക്കളും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അത് ഒരു ചെറിയ ഒരു കാലത്തേക്ക് മാത്രമേ നടക്കുകയുള്ളൂ. കുട്ടികൾക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാനുള്ള ശേഷി വരാത്ത കാലത്തോളം ഈ രക്ഷിതാവ് പറയുന്നത് ഒരു പക്ഷേ അനുസരിച്ചേക്കും. എന്നാൽ പോലും അതിനിടയിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രക്ഷിതാവ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ, എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് കോപ്പിയടിച്ചുകൊണ്ടാണ് മക്കൾ വളർന്നു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങളല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അത് കോപ്പിയടിച്ചുകൊണ്ടാണ് മക്കൾ വളരുന്നത് എന്നതുകൊണ്ട് തന്നെ രക്ഷിതാവിൻ്റെ സ്വഭാവം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഡോക്ടർ ഫിൽ മാക്രൂ എന്ന പേരുള്ള ലോകപ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്, ഒരു കുട്ടിയെയും കൊണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ രക്ഷിതാക്കളെ പരിശോധിക്കണം. കാരണം ആ കുട്ടിയിലുണ്ട് എന്ന് ഇവർ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ 90% കിട്ടുക ഈ രക്ഷിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സ്ഥാനത്തുള്ള പാരൻ്റൽ ഫിഗേഴ്സ് എന്ന് പറയുന്ന ആളുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മുമ്പ് തന്നെ നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ പ്രസവിക്കപ്പെട്ട കുട്ടികളും അവർ നിഷ്കളങ്ക പ്രകൃതിയിലാണ് ഈ ലോകത്തേക്ക് വരുന്നത്. മാതാപിതാക്കളാണ് അവരെ പല രീതിയിലേക്കും അവരെ മാറ്റിമറിച്ച് അവരുടെ സ്വഭാവങ്ങൾ പല രീതിയിലേക്കും വഴിതെറ്റി പോകുവാനും ഒക്കെയുള്ള കാരണം മാതാപിതാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നാം ഗൗരവത്തോടു കൂടെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമുള്ളത്. ഒരു രക്ഷിതാവിന്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രസ്താവനകളും, ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ എൻ്റെ മക്കൾ ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല, എൻ്റെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാറുണ്ട്, ഈ രണ്ട് സെൻറ്റൻസ് തീർത്ത് പറയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് രക്ഷിതാവായ ഞാൻ നന്നായി എന്ന് എനിക്ക് പറയാൻ പറ്റുക. അല്ലാത്ത കാലത്തോളം നമ്മുടെ മക്കളിൽ എന്ത് തെറ്റ് കണ്ടാലും ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനുള്ള ധാർമ്മികമായ അവകാശം നമുക്ക് എവിടെയാണുള്ളത്? വളരെ ഗൗരവമർഹിക്കുന്ന വിഷയമാണിത്. ചില സമയത്ത് ചില ഉമ്മമാർ കൗൺസിലിങ്ങിന് വേണ്ടി മക്കളെയും കൊണ്ട് വരുന്ന സമയത്ത് പറയും, ഇവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, അവൻ പറഞ്ഞാൽ കേൾക്കില്ല, വാശിക്കാരനാണ്, അനുസരണയില്ല, കളിയാണ്, അത് മാത്രമാണ് ചിന്ത, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉമ്മ പറയും.
ആ പറയുന്ന സമയത്ത് ചില സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യാറുണ്ട്. ആ മകനെ അല്പം ഒന്ന് പുറത്തേക്കാക്കിയിട്ട് വാതിലടച്ച് ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ് കണ്ണടച്ചിട്ട് ആ ഉമ്മാൻ്റെ അടുത്ത് കണ്ണടക്കാൻ പറയും. ഈ മകനെക്കുറിച്ച് അവൻ വാശിക്കാരനാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് വല്ലാതെ ചുവന്നു തൊടുത്ത ആ മുഖവുമായിട്ട് ഇരിക്കുന്ന ഉമ്മാനോട് കണ്ണടക്കാൻ പറഞ്ഞിട്ട് ആ മകന് ഗർഭമുള്ള അവസ്ഥ കാണാൻ പറയും, മനസ്സിൽ കാണാൻ പറയും. അപ്പോൾ ആ ഉമ്മ ആ മകനെ മനസ്സിൽ കാണും. അങ്ങനെ ആ കുഞ്ഞ് വളർന്ന് 4 മാസം 6 മാസം 8 മാസം 9 മാസം കഴിഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ട ആ ഒരു രംഗം ആ ഉമ്മയോട് കാണാൻ പറയുന്ന സമയത്ത് നേരത്തെ മകനെക്കുറിച്ച് അവൻ വാശിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുന്ന ഉമ്മയുടെ മുഖത്ത് തന്നെ ഒരു ചെറിയ പുഞ്ചിരി വിടരുന്നത് കാണാം. കാരണം 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ കയ്യിലേക്ക് അള്ളാഹു ഫിത്രത്തായിട്ട് തന്നിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടുകൊണ്ടുള്ള വല്ലാത്ത ഒരു ആനന്ദമാണത്. അപ്പോഴത്തേക്കും തന്നെ ആ ഉമ്മയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വന്നിട്ടുണ്ടാവും. പിന്നീട് ആ കുട്ടിക്ക് 1 മാസമാകുന്നതും 1.5 മാസമാകുന്നതും ആ കുട്ടി ചിരിക്കുന്നതും പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ ചിരിക്കുന്നതും അല്ലാത്തവരെ കാണുമ്പോൾ കരയുന്നതും, ആ കുട്ടി 3 മാസമാകുമ്പോൾ കഴുത്തുറക്കുന്നതും 6 മാസമാകുമ്പോൾ ഇരിക്കുന്നതും 9 മാസമാകുമ്പോൾ പിടിച്ചു നിൽക്കുന്നതും 1 വർഷമാകുമ്പോൾ ആ കുട്ടി നടക്കാൻ തുടങ്ങുന്നതും 1.5 വർഷമാകുമ്പോഴത്തേക്കും ആ കുട്ടി സംസാരിക്കുന്നതും പിന്നീട് ആ കുട്ടിയുടെ കൊച്ചു വർത്തമാനങ്ങൾ മുഴുവനും കാണുവാനും കേൾക്കുവാനും കൈ വളരുന്നതും കാൽ വളരുന്നതും നടക്കുന്നതും എല്ലാം കാണാൻ പറയുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് അവസാനം പുഞ്ചിരി മാത്രമാണ് ബാക്കിയുണ്ടാവുക. ഉടനെ തന്നെ കണ്ണ് തുറന്ന് ഞാൻ ഉമ്മയോട് ചോദിക്കാറുണ്ട്, ഉമ്മ ആ കുഞ്ഞിനെ നിങ്ങളിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ആലോചിച്ച് ആ കുഞ്ഞിനെ നിങ്ങളിപ്പോൾ പറഞ്ഞ രീതിയിലേക്ക് ആക്കി മാറ്റിയത് ആരാണ്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? ആരാണ് ഇതിന് ഉത്തരവാദി? ഇവിടെയാണ് ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ മുഴുവനും അടിവരയിടുന്നതുമായിട്ടുള്ള വിഷയം. ഒരു രക്ഷിതാവിന് ഒറ്റ വാക്കിൽ ഈ വിഷയം ചുരുക്കി പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു രക്ഷിതാവിന് ഒരു ഉപ്പാക്ക് മകനോട് പറയാൻ സാധിക്കണം, മോനെ നീ എന്നെ കണ്ടു വളർന്നടാ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നീ ചെയ്തോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അത് ചെയ്ത് കോപ്പിയടിച്ച് ചെയ്തുകൊണ്ട് നീ വളർന്നു വന്നാൽ എടാ നീ വിജയിക്കുമെടാ എന്ന് പറയാൻ ഒരു ഉപ്പാക്ക് സാധിക്കണം. ഒരു ഉമ്മാക്ക് മകളോട് പറയാൻ സാധിക്കണം, മോളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കണ്ട് എൻ്റെ കോപ്പിയടിച്ച് എൻ്റെ വൈകാരിക വ്യക്തിത്വവും എൻ്റെ ശാരീരിക വ്യക്തിത്വവും എൻ്റെ ആത്മീയ വ്യക്തിത്വവും എൻ്റെ മാനസികമായ നിലകളുമൊക്കെ അതേപോലെ കോപ്പിയടിച്ച് നീ വളർന്നാൽ നീ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ ഇടത്തോടെ പറയാൻ എത്ര പേർക്കാണ് ധൈര്യം? ഞാൻ അടക്കമുള്ള എത്ര പേർക്കാണ് നമുക്കതിന് സാധിക്കുക? പിന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാവപ്പെട്ട മക്കളെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമ്മൾ ശരിയാവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ശരിയല്ലാതെ, ഞാൻ എപ്പോഴും രക്ഷിതാക്കളോട് പറയുന്ന വിഷയമാണ്, പയറ് നട്ടിട്ട് മത്തൻകുരു ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നടുന്നത് മുഴുവനും പയറാണ്. എന്നിട്ട് പരാതി പറയുന്നത്, സാറേ മത്തൻ ഉണ്ടാകുന്നില്ല. മത്തൻ ഉണ്ടാവണമെങ്കിൽ മത്തൻ്റെ കുരുവാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നട്ടത് മുഴുവനും നമ്മളാകുന്ന പയറിൻ്റെ അതിൻ്റെ വിത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ കൃഷിയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിൽ പയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മത്തൻ്റെ കുരു നമ്മൾ നട്ടാൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഈ 2 പ്രസ്താവനകൾ വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ. കാരണം ഞാൻ പറഞ്ഞു, കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച നമ്മുടെയൊക്കെ മനസാക്ഷിയെ വല്ലാതെ വിഷമിപ്പിച്ച ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ഒരു തവണ മലപ്പുറം ജില്ലയിൽ ഞാൻ ഇടപെട്ട ഒരു കേസ് അല്പം വയലൻ്റായ ഒരു കേസ് ആയതുകൊണ്ട് എനിക്ക് ആ വീട്ടിൽ പോയി ഒരു തവണ കാണേണ്ടി വന്ന ഒരു കേസ്. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് 40 വയസ്സുള്ള ഒരു വീട്ടുമ്മ, ആ ഉമ്മയുടെ ഭർത്താവ് നാട്ടിലുള്ള സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില സമയത്ത് ചില സീസണിൽ ജോലി കുറയുന്നതുകൊണ്ട് ആ ഉപ്പാക്ക് കയ്യിൽ സമ്പത്തില്ലാത്ത, കയ്യിൽ കാശില്ലാത്ത ചില സമയങ്ങളുണ്ടാകും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും വീട്ടിൽ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും. സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ആ വീട്ടിലെ ഉമ്മ, 40 വയസ്സ് പ്രായമുള്ള ആ ഉമ്മ നിലത്ത് കിടന്ന് ഒരു വെള്ളത്തുണി നെറ്റിയുടെ ചുറ്റും കെട്ടി കണ്ണ് പകുതി തുറന്ന്, ഞാനൊരു തവണ ചികിത്സയുടെ ഭാഗമായി കാണേണ്ടി വന്നതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത്, നിലത്ത് കിടന്ന് നെറ്റിയുടെ ചുറ്റും ഒരു തുണി കെട്ടി കണ്ണ് പകുതി തുറന്ന്, ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ച് പറയും. പൈസ ഇല്ലാത്തതാണ് പ്രശ്നം, പൈശാചിക പ്രശ്നമാണത്. അല്പസമയം കഴിയുമ്പോഴത്തേക്കും ആ സ്ത്രീയുടെ ഉപ്പാനെയും ആങ്ങളമാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവർ ഇവിടെ വന്ന് ഈ സ്ത്രീക്ക് പൈസ കൊടുക്കുന്നതോടുകൂടെ ഈ പൈശാചിക പ്രശ്നം അവിടെ തീരുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല. ആ സ്ത്രീയുടെ ഏറ്റവും ഒന്നാമത്തെ കുട്ടി അതൊരു പെൺകുട്ടിയായിരുന്നു. 18-19 വയസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ 1-2 ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ആ പെൺകുട്ടി ഉമ്മ ചെയ്തത് അതേപോലെ കോപ്പി അടിച്ചുകൊണ്ട് ഉമ്മ നടന്നത് നിലത്തായിരുന്നു, പക്ഷേ ഉമ്മ കിടന്നത് നിലത്തായിരുന്നെങ്കിൽ ആ കുട്ടി ബെഡിലാണ് കിടന്നത്. ആ പഴയ തുണിയാണ് ഉമ്മ കെട്ടിയെങ്കിൽ ആ കുട്ടി കെട്ടിയത് പുതിയ തുണിയായിരുന്നു. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടി സംസാരിച്ചതിൽ അല്പം ഇംഗ്ലീഷ് കൂടെ ഉണ്ടായിരുന്നു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയതുകൊണ്ട്. ഇങ്ങനെ കണ്ണ് തുറന്ന് പാടി തുറന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ബെഡിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ 3-4 തവണ പറഞ്ഞ സമയത്ത് പുതിയ തലമുറയിലെ ഭർത്താവായതുകൊണ്ട് ആ ഭർത്താവ് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, എടി നമുക്ക് നിന്റെ വീട്ടിൽ പോകാൻ, നിനക്ക് കുറച്ച് ദിവസം അവിടെ താമസിക്കാം. ഇത് കേട്ട മാത്രയിൽ ആ പെൺകുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഏതാനും ആഴ്ചകൾ സ്വന്തം വീട്ടിൽ താമസിക്കാമെന്ന സന്തോഷത്തോടു കൂടെ ആ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് ചെന്നു. ആ ഭർത്താവ് കൊണ്ടാക്കി അവിടെ. അതിനുശേഷം ആ ഭർത്താവ് ആ വഴിക്ക് വന്നിട്ടില്ല. വന്നതൊരു കത്തായിരുന്നു, ഡൈവോഴ്സ് ലെറ്റർ. ത്വലാഖ് ചൊല്ലിക്കൊണ്ടുള്ള കത്താണ് അങ്ങോട്ട് വന്നത്. എന്താണ് കാരണം? വളരെ വ്യക്തമായ കാരണം. മാനസിക സ്വാസ്ഥ്യമുള്ള ഈ പെൺകുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കല്യാണം, ദാമ്പത്യ ജീവിതം തകർന്നത് ഒരു കേസായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 1-ാം പ്രതി ആരായിരിക്കും? പ്രിയപ്പെട്ട ഉമ്മയായിരിക്കും. പക്ഷേ ഇവിടെ വളരെ ഗൗരവമുള്ള, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം, ഒരിക്കലും ലോകത്ത് ഒരു രക്ഷിതാവും തൻ്റെ മക്കൾ പരാജയപ്പെടണം, ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ പോലും മക്കൾ പരാജയപ്പെടണം ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ നാം ഗൗരവത്തോടു കൂടെ ചിന്തിക്കുക. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില ശൈലികൾ മക്കളുടെ പല കാര്യങ്ങളിലും അവരെ പിന്നോട്ട് കൊണ്ടുപോകുന്ന, അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന പല പല കാര്യങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ മാറേണ്ടതുണ്ട്, ഒരുപാട് മാറേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലും കൂടെ പറഞ്ഞതിൻ്റെ ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പ്രസ്താവനകൾ തീർത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് വരെ നമ്മളൊരു നല്ല രക്ഷിതാവായിട്ടില്ല. എൻ്റെ മക്കൾ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാറില്ല, എൻ്റെ മക്കൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാറുണ്ട്. ഇത് തീർത്ത് പറയാൻ സാധിക്കുന്നത് വരെ വി ആർ നോട്ട് എ ബെറ്റർ പാരൻറ്റ്. നമ്മളൊരു നല്ല രക്ഷിതാവായിട്ടില്ലെങ്കിൽ പിന്നെ മക്കളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തരത്തിലുമുള്ള അവകാശം ധാർമ്മികമായി നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളായ നമ്മൾ, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സ്ഥാനത്തുള്ള നമ്മൾ, നമുക്ക് മക്കളില്ലാത്തവരാണെങ്കിൽ അവർക്ക് അനിയന്മാർ, കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാകും. അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ രക്ഷിതാവോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സ്ഥാനത്തുള്ള പാരൻ്റൽ ഫിഗേഴ്സോ ആണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ താഴെ വളർന്നു വരുന്ന ഈ ആളുകളുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് മാതൃകയാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുവാൻ വേണ്ടി ബോധപൂർവ്വം നമ്മൾ തീരുമാനിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.